ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞ സുപ്രീം കോടതി. 2 ആഴ്ചത്തേക്കാണ് സിദ്ദിഖിന് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം. കേസിൽ സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. മുൻകൂർ ജാമ്യം തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരായാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനെ തുടർന്ന് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് സിദ്ദിഖിന് താൽക്കാലിക ആശ്വാസം. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും വരെയാണ് അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞത്. അന്വേഷണവുമായി സിദ്ദിഖ് സഹകരിക്കണമെന്നും വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ പാലിക്കണമെന്ന നിർദ്ദേശവും സുപ്രീം കോടതി നൽകി. ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് നടപടി. പരാതി വൈകിയതും 2019 മുതൽ 2022 വരെ പരാതിക്കാരി ഫേസ്ബുക്കിലിട്ട പോസ്റ്റും ചൂണ്ടിക്കാട്ടിയായിരുന്നു സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗിയുടെ വാദം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർ നടപടികളും വിശദീകരിച്ച മുകുൾ റോത്തഗിയുടെ വാദത്തെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി എതിർത്തു. തടസ്സ ഹർജി നൽകിയവർ വാദം ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും ഇടക്കാല സംരക്ഷണം അനുവദിക്കുകയാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സിദ്ദിഖിന്റെ മകൻ ഷഹീൻ. ഞാൻ വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലിയെ നേരിട്ട് കണ്ട് പറയണം. കേസ് അന്വേഷണവുമായി സമ്പൂർണ്ണമായി സഹകരിക്കുമോ? ഈ കാര്യത്തിൽ സഹകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സമ്പൂർണ്ണമായി സഹകരിക്കും. ലൈംഗിക പീഡന കേസിൽ 23 വർഷം ശിക്ഷിക്കപ്പെട്ട ഹോളിവുഡ് നിർമ്മാതാവ് ഹാർവി വെയിൻസ്റ്റീനോട് താരതമ്യപ്പെടുത്തിയായിരുന്നു അതിജീവിതയുടെ അഭിഭാഷക ബൃന്ദ ഗ്രോവറിന്റെ വാദം. കേസിൽ സംസ്ഥാന സർക്കാരിനും അതിജീവിതയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. ഹൈക്കോടതിയിൽ നിന്നും കടുത്ത പരാമർശങ്ങൾ നേരിട്ട സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്നും താൽക്കാലിക ആശ്വാസം. 2 ആഴ്ചയ്ക്കകം കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടടക്കം കേസിന്റെ ഗൗരവം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താനാകുമോ എന്നുള്ളത് നിർണായകമാകും. ടീം 24, ഡൽഹി.